അതിന് പൊതുജനങ്ങളുടെ മധ്യത്തിൽ വെച്ച് മാപ്പ് പറയണം, അല്ലെങ്കിൽ പ്രസ്താവന പിൻവലിക്കണം എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. അവരുടെ ഒത്താശ ഈ വിദേശ മദ്യശാപ്പം കഴിഞ്ഞ 30 കൊല്ലകാലമായി നടത്തുന്ന ഒരു മനുഷ്യരുണ്ട് ഇവിടേക്ക് ട്രാൻസ്ഫർ ചെയ്താലും കോടതി വിധിയുടെ വെളിച്ചത്തിൽ വീണ്ടും ഇവിടെ വന്നുകൂടുന്ന ഇവിടുത്തെ ഒരു കൌൺസിലറുടെ ഭർത്താവ്. ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, ഇവിടെയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരും അറിഞ്ഞിട്ടില്ല, അത് ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും അറിഞ്ഞിട്ടില്ല. അങ്ങനെയെങ്കിലും അറിഞ്ഞിരുന്നെങ്കിൽ ഇതിവിടെ വരില്ലായിരുന്നു. പക്ഷെ അറിഞ്ഞ 2 പേരുണ്ട്. അതിലൊരാളുടെ പേര് തൊട്ടിയിൽ രാമകൃഷ്ണൻ എന്നാണ്. അദ്ദേഹത്തിന്റെ ജാതകമൊന്നും പരിശോധിക്കേണ്ട, രാഷ്ട്രീയ ബന്ധം മാത്രം പരിശോധിച്ചാൽ മതി. ലക്ഷണമൊത്ത കോൺഗ്രസുകാരൻ. ഇതിനകത്തുള്ളിരിക്കുന്ന ഒരാളുണ്ട്, ജീവനക്കാരൻ. അയാളുടെ പേര് മുരളീധരൻ എന്നാണ്. അനുപമ മുരളീധരന്റെ ഭർത്താവാണ്. അദ്ദേഹം ഇവിടെ നിൽക്കുകയാണ്. ഞങ്ങൾക്ക് 2 പേർ ചോദിക്കാനുള്ളത്, ഇത് തുറന്നുകുമ്പോൾ ഇവിടെ ആരോടെങ്കിലും ചോദിച്ചിരുന്നുവോ? അധികാരികളോട് ചോദിച്ചിരുന്നുവോ? ഒന്നും ചോദിക്കാതെ രാത്രിയുടെ മറവിൽ ഇതിവിടെ കൊണ്ടുവന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെ വലിയ സമരം വന്നിരിക്കുകയാണ്. സാധാരണ കഴിഞ്ഞ ദിവസം CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള അലീമുദ്ദീന്റെ പ്രസ്താവനയെ കുറിച്ചാണ് അദ്ദേഹം എന്റെ ഭർത്താവായിട്ടുള്ള മുരളീധരനെ പൊതുജന മധ്യത്തിൽ അപമാനിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനയാണ് ഇറക്കിയത്. അദ്ദേഹം വർഷങ്ങളായിട്ട് ബിവറേജ് ഔട്ട്ലെറ്റിൽ വർക്ക് ചെയ്തു വരുന്ന ഒരു സെയിൽസ്മാൻ ആണ്. പക്ഷേ അദ്ദേഹം ഇവിടെ നിന്ന് പൊന്നാനിയിലെ ഔട്ട്ലെറ്റിൽ നിന്ന് സ്ഥലം മാറി ഇപ്പൊ കണ്ടനകം ബിവറേജിലാണ് വർക്ക് ചെയ്യുന്നത്. അത് ഏകദേശം 2.5-3 വർഷത്തോളമായി അദ്ദേഹം അവിടെ വർക്ക് ചെയ്യുന്നു. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് ഇപ്പോ ഈ ഔട്ട്ലെറ്റ് മാറ്റുന്നതിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്നാണ് അദ്ദേഹം പ്രസ്താവിച്ചിട്ടുള്ളത്. തികച്ചും വാസ്തവവിരുദ്ധമായിട്ടുള്ള ഈ പ്രസ്താവന അദ്ദേഹം അതിന് പൊതുജനങ്ങളുടെ മധ്യത്തിൽ വെച്ച് മാപ്പ് പറയണം, അല്ലെങ്കിൽ പ്രസ്താവന പിൻവലിക്കണം എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. അവരുടെ ഒത്താശയോടുകൂടെ തന്നെയാണ് അദ്ദേഹത്തെ ഇവിടെ നിന്ന് സ്ഥലം മാറ്റിയിട്ടുള്ളത്. അതായത് CPMന്റെ ഈ അംഗവും അതേപോലെ പ്രാദേശികമായ കുറച്ച് നേതാക്കളും ചേർന്നിട്ടാണ് അദ്ദേഹത്തെ ഇവിടെ നിന്ന് സ്ഥലം മാറ്റി ആദ്യം കോഴിക്കോട് ട്രാൻസ്ഫർ ചെയ്തു. അതിനുശേഷം ഇപ്പോ കണ്ടനകം ബിവറേജിലാണ് അദ്ദേഹം വർക്ക് ചെയ്യുന്നത്. അത് ഇവരുടെ ഒത്താശയോടുകൂടെ തന്നെയാണ്. ഞങ്ങളുടെ അമ്മ അസുഖബാധിതയായി വല്ലാത്തൊരവസ്ഥയിൽ കഴിഞ്ഞിരുന്ന സമയത്ത് മ്യൂച്വൽ ട്രാൻസ്ഫറിന് ശ്രമിച്ചിട്ട് പോലും ഞങ്ങൾക്കത് അവര് അനുവദിച്ചു തന്നിട്ടില്ല. എല്ലാം അറിയുന്ന ഇവര് തന്നെയാണ് ഇപ്പൊ ജനങ്ങളുടെ മുമ്പില് ഇത്തരമൊരു പ്രവർത്തനത്തിന് മുതിർന്നിട്ടുള്ളത് എന്ന് പറയുന്നതിൽ വളരെയധികം പുച്ഛമാണ് തോന്നുന്നത്. അപ്പോ ഇത്രയേ പറയാനുള്ളൂ. ഈ അലീമുദ്ദീൻ പറഞ്ഞിട്ടുള്ള ഈ പ്രസ്താവന പിൻവലിച്ച് അദ്ദേഹം പൊതുജനങ്ങളുടെ മുമ്പിൽ മാപ്പ് പറയണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതിന് അദ്ദേഹം തയ്യാറായില്ലെങ്കിൽ തുടർ നടപടികളിലേക്ക് പോകാനാണ് ഞങ്ങളുടെ തീരുമാനം.